ഈ സർക്കാരിൻ്റെ പല കുളറായ്മകളെയും ഇടതുപക്ഷ സർക്കാരിൻ്റെ തെറ്റായ പല നയപരിപാടികളെയും വി എസ് ഉം. മുന്നണിക്കകത്തും പുറത്തും പൊതു പൊതു പ്രസ്താവനകൾ കൊണ്ട് തന്നെ തിരുത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഉം. പാർട്ടിയിലെ മറ്റൊരു വിഭാഗം നേതാക്കൾ ഇദ്ദേഹത്തിനെതിരായത്. ഓക്കെ. ഇപ്പോൾ ആഹാ. പാർട്ടിയെ കൊണ്ടുനടക്കുന്ന ആളുകളൊക്കെ വി എസിനെതിരായത് വി എസ് ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടി നടപടികൾ മന്ത്രിസഭയുടെ തീരുമാനങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ഓഹോ. കഴിഞ്ഞിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തായി പോകും. അപ്പോഴാണ് ശരിക്കും പ്രതിപക്ഷ നേതാവായത്. ഉം. ആ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ നായനാരുണ്ട്. ഉം. 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 നായനാർ 2004 മരിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ്. അപ്പോൾ നായനാർ മരിച്ച് പിന്നെ ഒരു വാക്വം ഇതുപോലെ വന്നു. കാരണം ഒരു ജനപ്രിയ നായകൻ സി പി എമ്മിൽ ഇല്ല. അതെ. കാരണം നായനാരെ പോലെ നായനാർ മാത്രം ഉണ്ടായിരുന്നു. നായനാർ എവിടെ വന്ന് പ്രസംഗിച്ചാലും ഒരു 3000-4000 ആൾ കേൾക്കാൻ വരും. അത് എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. അങ്ങനത്തെ ഒരാളില്ല. ഒരു ക്രൗഡ് പുള്ളർ എന്ന രീതിയിലേക്ക് വി എസ് വരുന്നത് പക്ഷേ ഈ നയനാരെ പോലെ തമാശ പറഞ്ഞിട്ടോ ആളുകളെ ചിരിപ്പിച്ചിട്ടോ ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുമല്ല. ആളുകളുടെ ആദരവാണ്, ബഹുമാനമാണ് വി എസ് ഉം. പിടിച്ചു. അതെന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിട്ടുവീഴ്ചയില്ലാതെ